ഇടതുമുന്നണിയിൽ കാലുവാരലെന്ന് തുറന്നടിക്കുകയാണ് RJD. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ RJD സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ശ്രമമുണ്ടായി എന്ന പാർട്ടി സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് പറയുന്നു. തിരിച്ചടിക്ക് പ്രധാന കാരണം LDF-ലെ അച്ചടക്കമില്ലായ്മയാണ്. പാർട്ടിയുടെ ശക്തിക്കനുസരിച്ച് സീറ്റ് വർദ്ധിപ്പിക്കാമെന്ന കോടിയേരി നൽകിയ ഉറപ്പ് CPM പാലിക്കണമെന്നും വർഗീസ് ജോർജ് ആവശ്യപ്പെട്ടു. LDF-നുണ്ടായ തിരിച്ചടിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം ആ തെരഞ്ഞെടുപ്പിൽ LDF-ലെ അച്ചടക്ക രാഹിത്യമായിരുന്നു. ധാരാളം സ്ഥലങ്ങളിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ഇടതുമുന്നണി പ്രവർത്തകർ വോട്ട് ചെയ്തു എന്ന് നിരവധി ജില്ലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു. നിയതമായ വാർഡുകളും ആ വാർഡുകളിൽ അപ്രകാരം മാറിപ്പോയ വോട്ടുകളും ഞങ്ങൾ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പരാജയത്തിന് കാരണം അമിതമായ ആത്മവിശ്വാസമല്ല, ഇതിലുണ്ടായ അച്ചടക്ക രാഹിത്യമാണ്. ഞങ്ങൾക്ക് മത്സരിക്കാൻ ലഭിച്ച സീറ്റുകൾ അത്രയും ഇത്തവണ തന്നിരുന്നുമില്ല. എങ്കിലും ഈ പ്രതിസന്ധികൾക്കിടയിൽ CPM, CPI, കേരള കോൺഗ്രസ് M കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പഞ്ചായത്ത് മെമ്പർമാരെ വിജയിപ്പിച്ച 4ാം സ്ഥാനം ഞങ്ങൾ നിലനിർത്തുകയും ചെയ്തു. അതേസമയം ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്ന് പറയുകയാണ് MV ശ്രേയാംസ് കുമാർ. കൽപ്പറ്റയിലും വടകരയിലും മത്സരിക്കാനില്ല എന്ന് ശ്രേയാംസ് കുമാർ പറയുന്നു. ഇടതുപക്ഷ മുന്നണിയോടൊപ്പം നിൽക്കുന്ന പാർട്ടിയാണ്. എല്ലാ ജില്ലകളിലും പാർട്ടിയുണ്ട്. അർഹമായ പരിഗണന നമുക്ക് ലഭിച്ചേ മതിയാവും. ഞാൻ മത്സരിക്കില്ല. ഞാൻ കഴിഞ്ഞ തവണ തീരുമാനിച്ചാണ്. 2001 എന്തൊക്കെയോ നിർബന്ധ ബുദ്ധിമുട്ട്, പക്ഷേ വളരെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് മത്സരിച്ചത്. എല്ലാ തവണയും നിർബന്ധം വഴങ്ങേണ്ട കാര്യം എനിക്കില്ല. ഞാൻ മത്സരരംഗത്തില്ല. അത് അങ്ങനെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗത്തുനിന്നും വടകര മത്സരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ തലങ്ങളിലും ഞാൻ പറഞ്ഞു, ഞാൻ ഇലക്ട്രൽ പൊളിറ്റിക്സിലേക്ക് ഞാനില്ല. സിനോജ് തോമസ് ആണ് ചേരുന്ന വിശദാംശങ്ങളുമായി. സിനോജ്, MV ശ്രേയാംസ് കുമാർ കൃത്യമായി തന്നെ പറയുന്നു ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്നത്. പക്ഷേ RJD നമുക്കറിയാം മുന്നണിയിൽ വലിയ രീതിയിലുള്ള അതൃപ്തിയിലായിരുന്നു. ഇപ്പോഴിതാ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് കാലുവാരൽ ഉണ്ടായി, RJD സ്ഥാനാർത്ഥികളെ മനഃപൂർവ്വം തോൽപ്പിക്കാനുള്ള ശ്രമം ഉണ്ടായി എന്ന് തുറന്നു പറയുമ്പോൾ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു സാഹചര്യം കൂടി മുന്നിൽ കണ്ടുള്ള പ്രസ്താവനയായി കാണണം, അല്ലേ? വിനീത, അതായത് LDF-നൊപ്പം നിന്നിട്ട് തീർത്തും അവഗണന മാത്രമല്ല, കയ്യിലുണ്ടായിരുന്നു കൂടി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് മുന്നണി വിടണം, UDF-നൊപ്പം പോകണമെന്നാണ് ഒരു വിഭാഗം ശക്തമായി ആവശ്യപ്പെട്ടത്. അതുകൊണ്ടാണ് ഇന്ന് കോഴിക്കോട് നേതൃയോഗം ചേർന്ന ഒരു തീരുമാനം പാർട്ടി എടുത്തിരിക്കുന്നത്. അവഗണനയും പരാതിയും പരിഭവവും അനീതിയൊക്കെ തന്നെ തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ ഇടതുമുന്നണിക്കൊപ്പം തുടരാം, മുന്നണി വിടേണ്ട സാഹചര്യമില്ലെന്നാണ് നേതൃയോഗം തീരുമാനമെടുത്തത്. അതിന് പ്രധാനമായി അവർ പറയുന്ന കാരണം ആശയപരമായി യോജിക്കാൻ പറ്റുന്നത് ഇടതുമുന്നണിയാണ്. അതുകൊണ്ട് RJDക്ക് LDF-നൊപ്പം നിൽക്കാൻ മാത്രമേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് LDF-നൊപ്പം തുടരുന്നു. പക്ഷേ LDF നൽകുന്നാലും കാണിക്കുന്ന അവഗണന തുറന്നു പറയുന്നു. ഏറ്റവും ഒടുവിൽ ലഭിച്ച അവഗണന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ 5 സീറ്റ് RJDക്ക് കൊടുക്കുന്നു. 5 സീറ്റിലും അവർ തോൽപ്പിച്ചത് CPIM തന്നെയാണെന്നാണ് RJD പറയുന്നത്. രേഖാമൂലം പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഐക്യമില്ലായ്മയാണ്, ചേർച്ചയില്ലായ്മയാണ് ഈ പരാജയത്തിന്, ഇടതുമുന്നണി തന്നെ പരാജയത്തിന് കാരണമെന്നാണ് RJDയുടെ വിലയിരുത്തൽ. അത് ഇടതുമുന്നണി നേതൃത്വത്തെ അറിയിക്കുമെന്നുമാണ് ഇന്നത്തെ നേതൃയോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, UDF വിട്ട് LDF-ലേക്ക് വന്ന ഘട്ടത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ ഒരു ഉറപ്പ് നൽകിയിരുന്നു. നിങ്ങളുടെ ശക്തിക്ക് അനുസരിച്ച് കൂടുതൽ സീറ്റുകൾ നൽകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ സീറ്റ് നൽകുന്ന സാഹചര്യം ഉണ്ടായില്ല. കയ്യിലുണ്ടായിരുന്ന സീറ്റുകൾ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളത്. നിലവിൽ 3 സീറ്റുകൾ മാത്രമാണ് RJD മത്സരിക്കുന്നത്. അത് പോരാ, മിനിമം 5 സീറ്റുകളും RJDക്ക് ലഭിക്കണം. കോവളം സീറ്റ് നിർബന്ധമായും RJDക്ക് ലഭിക്കണമെന്ന ഒരു നിലപാടാണ് RJD എടുത്തിരിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ നൽകിയ വാക്ക് നിലവിലെ പാർട്ടി നേതൃത്വം അംഗീകരിക്കാൻ തയ്യാറാകണമെന്നും RJD നേതൃത്വം പറയുന്നു. ഒപ്പം തന്നെ മന്ത്രിസ്ഥാനം, ബോർഡ്, കോർപ്പറേറ്റ് സ്ഥാനങ്ങളൊന്നും തന്നെ കൊടുക്കാതിരുന്നത് വലിയ അനീതിയാണെന്ന് ഇപ്പോൾ ഈ ഘട്ടത്തിൽ RJD തുറന്നു പറയുകയാണ്. കാരണം ഒരു MLA മാത്രമുള്ള മറ്റ് ഘടകകക്ഷികൾക്കും ഒക്കെ തന്നെ ഘട്ടം ഘട്ടമായി മന്ത്രിസ്ഥാനം നൽകിയിരുന്നു. പക്ഷേ RJDക്ക് മന്ത്രിസ്ഥാനം പോലും നൽകിയില്ല. എങ്കിൽ കൂടിയും LDF-ൽ തുടരാൻ വേണ്ടി RJD തീരുമാനിച്ചിരിക്കുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ചോദിക്കുമെന്നും RJD അറിയിക്കുന്നു. വിനീത, ശരി. സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും RJD പ്രതികരണം ഉണ്ടാക്കാൻ പോകുന്ന അലയൊലികൾ എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.